എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, അദ്ദേഹം മിലിട്ടറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ 56 വയസ്സ് കഴിഞ്ഞപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ ആയി അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് എൻ്റെ ആ സുഹൃത്ത് എന്തോ രോഗം വന്ന് കിടപ്പിലായി. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് 58 വയസ്സ് പ്രായമുള്ള ആ മനുഷ്യൻ ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്. രോഗം വന്നിട്ട് വല്ലാത്ത മാനസികമായ പ്രയാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും. പക്ഷേ രോഗിയായ ആ മനുഷ്യനിൽ ഞാൻ കണ്ട ഒരു ആത്മവിശ്വാസം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ എന്നോട് പറയുന്നത്, ഉസ്താദേ, എനിക്ക് അറിവ് വെച്ച കാലം മുതൽ അള്ളാഹുവിലും പരലോകത്തിലുമുള്ള ഒരു ശരിയായ വിശ്വാസിയായിട്ട് ജീവിക്കാനാണ് ഞാൻ പൂർണ്ണമായും ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാഹിതങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പേജ് ഞാൻ മറിക്കും. എന്നിട്ട് ആ ഭാഗം ഞാൻ എടുത്തു വായിക്കും. എൻ്റെ ഉമ്മ എന്നെ തലോടിക്കൊണ്ട് എനിക്ക് ആശ്വാസം തരുന്നത് പോലെ എൻ്റെ റബ്ബ് എന്നെ വല്ലാതെ ആശ്വസിപ്പിക്കാറുണ്ട്. ഞാൻ മിലിട്ടറിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയി ഇവിടെ ഒരു ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി അനുഷ്ഠിച്ച് പോകുമ്പോഴും എന്നെ രോഗങ്ങളും വേദനകളും വല്ലാതെ അലട്ടി. എൻ്റെ റബ്ബിൽ എനിക്ക് ദൃഢമായ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും അതൊക്കെ നന്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ അങ്ങനെ വിശുദ്ധ ഖുർആൻ തുറന്ന് ഒരു പേജ് അങ്ങ് മറിച്ചു. എൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് വന്നത് സൂറത്തുൽ ഹജ്ജിൻ്റെ 11-ാമത്തെ വചനമായിരുന്നു. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ അനുഭവിച്ച വേദനകൾക്കൊക്കെയും, ക്യാൻസറിൻ്റെ വേദന കൊണ്ട് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിയാതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് കുളിർമയുമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൻ്റെ 11-ാമത്തെ ഈ വചനം. ആ വചനം ഇപ്രകാരമാണ്: അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. അതിൻ്റെ അർത്ഥസാരം, എനിക്ക് കുളിർമയുമായ ആ വചനത്തിൽ അള്ളാഹു എന്നെ ഓർമ്മപ്പെടുത്തിയത്, എന്നെ തലോടിയത്, വമിനൻ നാസി, ചില മനുഷ്യരുണ്ട്, മയ്യ അബുദുല്ലാഹ, അവർ അള്ളാഹുവിനെ ആരാധിക്കും, അലാ ഹർഫിൻ, ഒരു ഓരത്ത് നിന്നുകൊണ്ട്, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. ഞാൻ ചിന്തിക്കുകയാണ്, 56 വർഷം മിലിട്ടറിയിൽ ഞാൻ ജോലിയെടുത്തു, ഞാൻ പണിയെടുത്തു, അധ്വാനിച്ചു, എൻ്റെ കുടുംബവും മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നു, മകളെ വിവാഹം ചെയ്തൊക്കെ അയച്ചു.
അതിലൊക്കെ ഞാൻ ആത്മസംതൃപ്തിയിലായിരുന്നു. പക്ഷെ വൈൻ അസാബത്തുഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹി, അള്ളാഹു പറയുന്ന ആ പോയിൻറ്റ്സാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ്റെ സമനില തെറ്റിപ്പോവും, അവൻ്റെ ജീവിതത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. ഖസിറ ദുനിയാ വൽ ആഖിറ, അള്ളാഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഉമ്മ ഒരു മകനെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നത് പോലെ. എന്താണ് ആ പറയുന്നത്? ഖസിറ ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതുതന്നെയാണ് വ്യക്തമായ പരാജയം. ആ ക്യാൻസർ വന്ന് കിടക്കുന്ന സൈഫുദ്ദീൻ എന്ന എൻ്റെ ആ സഹോദരൻ എന്നോട് പറയുന്നത്, അള്ളാഹു എന്നെ ആശ്വസിപ്പിക്കുകയാണ്, മോനെ, നിൻ്റെ ജീവിതത്തിൽ 58 വർഷക്കാലം നീ സന്തോഷത്തോടെ ജീവിച്ചില്ലേ? അനുഗ്രഹങ്ങളൊക്കെ നീ വരുമ്പോൾ നീ അള്ളാഹുവിനെ സ്തുതിച്ചല്ലോ. പരീക്ഷണങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ സ്വബിറ, നീ ക്ഷമിക്കണം. അങ്ങനെ വന്നാൽ നിനക്ക് അള്ളാഹു വല്ലാത്ത പ്രതിഫലമാണ് ഈ ക്ഷമയ്ക്ക് പകരം നൽകുന്നത്. അല്ലാതെ ക്ഷമിക്കാൻ കഴിയാതെ പെട്ടെന്ന് ഈ രോഗം വന്നപ്പോൾ മാനസികമായും ശാരീരികമായും ഞാൻ തളർന്നുപോയാൽ, ദുഃഖത്തിലായാൽ, എൻ്റെ കൂടെയുള്ളവർക്കൊന്നും ഇത്തരം അസുഖങ്ങളില്ലല്ലോ. എൻ്റെ കുടുംബത്തിൽ പലരും ആരോഗ്യവാന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ. അവരൊക്കെ വിവാഹ സൽക്കാരങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നല്ലോ. എനിക്കത് കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖവും നിരാശയും നിന്നെ പിടികൂടിയാൽ, മോനെ, ഹസിറത് ദുനിയാ വൽ ആഖിറ, ഇഹവും പരവും നിനക്ക് നഷ്ടപ്പെട്ടു പോകുമടാ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വലിയ പരാജയം എന്ന് എൻ്റെ റബ്ബ് എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ വല്ലാത്തൊരു ആശ്വാസമാണ് ആ സൂറത്തുൽ ഹജ്ജിൻ്റെ 11-ാമത്തെ വചനത്തിലൂടെ. ക്യാൻസറിൻ്റെ വേദനയെക്കാളും എനിക്ക് ആശ്വാസം കിട്ടിയത് ഈ വചനമാണ്, ആ മനുഷ്യൻ്റെ അനുഭവമാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നത് ആഹ്ലാദങ്ങളിലല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വല്ലാത്ത ഒരു മാനസികമായ അവസ്ഥയിലാണ് പലപ്പോഴും അതിനേക്കാളും വലിയ രോഗങ്ങളിലേക്ക് കടന്നു പോകുന്നത്. പടച്ച റബ്ബ് രോഗങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ക്ഷമിക്കാനുള്ള, അത് സഹിക്കാനുള്ള ആശ്വാസവും വലിയ വലിയ രോഗങ്ങളിൽ നിന്നും നാഥൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം മഹാ അത്ഭുതമാണ്. എനിക്കെൻ്റെ ആ സുഹൃത്ത് സൈഫുദ്ദീൻ എന്ന ആ സഹോദരനെ കുറിച്ചാണ് പ്രവാചകൻ്റെ ഈ വചനത്തെ എനിക്ക് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നുന്നത്. എന്താണ് ആ അത്ഭുതം? അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഹമീദല്ലാ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ സബിറ, അവൻ സഹനം അവലംബിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, അണ്ടർലൈൻ ചെയ്തു, വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, ഇതൊരു മുഅ്മിനിൽ നിന്നല്ലാതെ, ഒരു വിശ്വാസിയിൽ നിന്നല്ലാതെ ഇങ്ങനെ സംഭവിക്കുകയില്ല. പ്രതിസന്ധികളിൽ തളരാതെയും രോഗങ്ങളും കഷ്ടപ്പാടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഒക്കെ വരുമ്പോൾ അതൊക്കെ നാളെ നമ്മളെ നിർഭയത്വം നൽകുന്ന സ്വർഗത്തിനു വേണ്ടി, പരലോകത്ത് ഉന്നതമായ പദവി അള്ളാഹു നമുക്ക് തരുന്നതിനു വേണ്ടി അള്ളാഹു നമ്മെ പരീക്ഷിക്കുമ്പോൾ ഇന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ ബുദ്ധിമുട്ടിൻ്റെ പിന്നിലും ഒരാശ്വാസമുണ്ട്. നാഥ, നീ ഞങ്ങൾക്കൊക്കെയും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ, അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തർക്കും ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
വാഹ്റു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.